സാജിറ്റേറിയസ് മെയ് മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ എനർജി വരുന്നുണ്ട്. ഈ പുതിയ എനർജി ഒരു പുതിയ തുടക്കമാണ്. ബട്ട് അതല്ലാണ്ട് എന്തോ ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. അപ്പോൾ ഈ വീഡിയോനെ മുഴുവനെ നോക്കുക, സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് ഈ സർപ്രൈസ് ഫാക്ടർ എന്താണെന്ന് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. സാജിറ്റേറിയസ്, നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ സാജിറ്റേറിയസ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇത് സാജിറ്റേറിയസ് സൺമൂൺ റൈസിങ് നക്ഷത്രം സൈൻ എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ എനർജിയിൽ ക്വീൻ ഓഫ് സോഡ്സ്, 9 ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് വോൺസ് ആണ് വന്നിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. പക്ഷേ ഇത് ഉണ്ടാവുന്നത് കുറച്ചൊരു ചാലഞ്ചസ് കാണുന്നുണ്ട് ഞാൻ ഈ മാസം. പക്ഷെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യും. ഓക്കെ, അത്രയൊരു വലിയ ചാലഞ്ച് ബ്ലോക്ക് അല്ല. നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽ ആവുന്നുണ്ട്. ആൻഡ് കുറേ ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ക്വീൻ ഓഫ് സോഡ്സ് ഒരു ക്ലിയർ എനർജിയാണ്. ക്ലാരിറ്റി വരുന്നുണ്ട്. എല്ലാം കാര്യങ്ങൾ ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണേ. അപ്പോൾ എന്താണ് ഈ എനർജി? പാസ്റ്റിൻ്റെ എനർജി നമ്മൾക്ക് നോക്കാം. പാസ്റ്റിൽ 8 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം കുറേ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്തോ പഠിക്കണ എനർജി ഇവിടെ കാണാണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ എന്തോ എക്സാം എഴുതാൻ നോക്കുന്നുണ്ടായിരുന്നു. പഠിപ്പിൻ്റെ എനർജി ഉണ്ട്, പുതിയ ജോലിയുടെ എനർജി ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയും ഉണ്ട്. കാര്യങ്ങൾ മുമ്പോട്ട് പോവുണ്ടായിരുന്നില്ല. ഓക്കെ, കുറേ സ്റ്റാഗ്നൻസി ഉണ്ടായിരുന്നു. മെൻ്റലി നിങ്ങൾ കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര എഫേർട്ട് ഇട്ടിട്ടും ഒരു പ്രോഗ്രസ് ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ്. ഇതൊരു റിലേഷൻഷിപ്പിൽ ആണെച്ചാൽ ഞാൻ കാണുന്നത് ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ പേഴ്സൻ്റെ കൂടെ ഒന്നും മുമ്പോട്ടേക്ക് പോകണില്ല. നിങ്ങൾ കുറേ ആ പേഴ്സണെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. ഓൺലൈൻ അവരെ കുറിച്ച് അറിയാൻ നോക്കുന്നുണ്ടാവും. അവരുടെ ലൈഫ് എങ്ങനെയാണ്, എന്താണ് അവർക്ക് ഇഷ്ടം, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒന്നും ഒരു പ്രോഗ്രസ് ഇല്ലാത്ത മാതിരി. ഓക്കെ, നിങ്ങൾ കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. ഈ പേഴ്സൺ നിങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്ത്. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഫോർവേഡ് മൂവ്മെൻ്റ് ആണ്, 8 ഓഫ് വോൺസ്. അപ്പോൾ മെയ് മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്താ സ്റ്റാഗ്നൻ്റ് ആയി വെച്ചാൽ അതൊക്കെ മുമ്പോട്ട് പോണു. ആ ബ്ലോക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ മാറി പോണു. നിങ്ങൾ മുമ്പോട്ടേക്ക് പോണു. കുറേ ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്, കുറേ ട്രാവൽ ഉണ്ട്, സക്സസ് ഉണ്ട്. 2 ഓഫ് വോൺസ്. ഇപ്പോൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ആണ് ചെയ്യണത്. ഇപ്പോൾ എന്താ വേണ്ടത്, ഏത് ഡിറക്ഷനിലേക്കാണ് പോകേണ്ടത്, ഇത് ചെയ്യണത് ശരിയാണോ? അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻസ് നിങ്ങൾ ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ കുറേ കാര്യങ്ങൾ ഒരു സ്റ്റേബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ഒരു സ്റ്റേബിലിറ്റിയിലേക്കാണ്. ഞാൻ കാണുന്നത് ട്രാവൽ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇല്ല വേറെ ജോലിക്ക് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരാൻ പോണ സമയം അതിന് വേണ്ടിയിട്ട് പോസിറ്റീവാണ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ 2 ഓഫ് കപ്സ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാനൊരു ബ്യൂട്ടിഫുൾ ലവ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ മുമ്പോട്ട് പോണു. ആൻഡ് ഫ്യൂച്ചറിൽ കരിയറും റിലേഷൻഷിപ്പും എല്ലാം കൂടിയും നിങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കണു, ബാലൻസ് ചെയ്യാൻ നോക്കണു. എല്ലാം കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ കുറച്ചൊരു സമയത്തിൻ്റെ കുറവുണ്ടാവാം. പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചാലഞ്ച്? ഈ മാസം ചാലഞ്ച് നിങ്ങൾക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ മദറുടെ എനർജി ആവാം, വൈഫിൻ്റെ എനർജി ആവാം, എന്തോ ഒരു ഫീമെയിൽ എനർജിയാണ്. ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആവാം. ഓക്കെ, അപ്പോൾ ഇത് ഫീമെയിൽ അല്ലച്ചാൽ മെയിൽ ആണെച്ചാലും ഞാൻ കാണുന്നത് ഇത് നോക്കൂ, ഒരു മെയിൽ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിവൈൻ കപ്പിളാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണു. പക്ഷേ ഇവിടെ ഒരു സെപ്പറേറ്റഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. ചിലവർക്ക് നിങ്ങൾ മാരീഡ് ആണ് പക്ഷെ സെപ്പറേറ്റഡ് ആയിരിക്കാം. അപ്പോൾ അതൊരു ചാലഞ്ചാണ് ഈ മാസം. എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഇമോഷണൽ സെപ്പറേഷൻ അല്ല വെച്ചാൽ ഫിസിക്കൽ സെപ്പറേഷൻ ആയിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ സ്ഥലത്ത് ജോലിയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ മിസ് ചെയ്യണു.
നിങ്ങളുടെ പാർട്ട്ണർ വേറെ എവിടെയോ ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. 3 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ അഡ്വൈസ് വന്നിരിക്കണേ എന്താ വെച്ചാൽ യൂണിവേഴ്സ് പറയണത് ഇപ്പോൾ എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാൻ റെഡി ആവാനാണ് യൂണിവേഴ്സ് അഡ്വൈസ് തരണേ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോണേ. കുറേ ഒരു കൊലാബറേഷൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു നല്ല സമയമാണ് വരാൻ പോണേ നിങ്ങൾക്ക്. പേജ് ഓഫ് കപ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ഫാക്ടറാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്, ഒരു തുടക്കം. കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഓക്കെ, എന്താ വേണ്ടേ അറിയില്ല, ഇത് ശരിയാവോ. പക്ഷേ ഒരു പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ നിങ്ങൾ റീകണക്ട് ചെയ്യണു. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു പേഴ്സൺ ഇഷ്ടമായിരുന്നു, പക്ഷെ അത് മുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകണു. നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഇത് ക്ലെയിം ചെയ്യാൻ മറക്കരുത്. കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. ഇവിടെ ഞാൻ കാണുന്നത് ഔട്ട്കം ആയിട്ട് കിങ് ഓഫ് കപ്സ് ആണ്, നൈറ്റ് ഓഫ് വാൻസ് ആണ്, ജസ്റ്റിസ് ആണ്. അപ്പോൾ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ. ഇപ്പോൾ എല്ലാം ബാലൻസ് ഔട്ട് ആവണു. കാർമിക് ജസ്റ്റിസ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു ലീഗൽ സിറ്റുവേഷനിലും ഒരു പോസിറ്റീവ് ന്യൂസാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് ഇവിടെ പറയണേ? ഒറക്കിൾ മെസ്സേജ് സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് ചൂസ് എ ന്യൂ ഡിറക്ഷൻ. അപ്പോൾ യൂണിവേഴ്സ് എവിടെയോ പറയണത് എന്താ വെച്ചാൽ ഒരു പുതിയ ഡിറക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഒരു പുതിയ ഡിറക്ഷൻ വരുമ്പോൾ ആ ഡിറക്ഷനെ ചൂസ് യു, ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ അതല്ലാണ്ട് ഇറ്റ്സ് അപ് ടു യു എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഒരു പുതിയ ഡിറക്ഷൻ ചൂസ് ചെയ്താൽ കുറേ അബണ്ടൻസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ്, അത് ചൂസ് ചെയ്യണോ വേണ്ടതെന്ന്. പക്ഷേ ഇതാണ് അഡ്വൈസ് ആയിട്ട് വന്നിരിക്കണേ. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. സാജിറ്റേറിയസ് ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക. ഐ ക്ലെയിം എന്ന് ക്ലെയിം ചെയ്യുക ഈ റീഡിങ്ങിനെ. ആൻഡ് അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.